ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാളം ചിത്രമായിട്ടുള്ള ആട്3, അതോടൊപ്പം തന്നെ തെലുങ്ക് ചിത്രമായിട്ടുള്ള ഉസ്താദ് ഭഗത് സിംഗ്, അതോടൊപ്പം തന്നെ ഹിന്ദി ചിത്രം ദുരന്തർ 2, തമിഴ് ചിത്രം യൂത്ത് തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട്, 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2026 ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ദുരന്തർ 2 എന്ന് പറയുന്ന സിനിമ. രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രം. ഒരു കളക്ഷനാണ് രണ്ടാം ഭാഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 80 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിനം ഏകദേശം 200 കോടിയോളം കളക്ഷൻ സ്വന്തമാക്കി ചിത്രം രണ്ടാം ദിവസം 130 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കി. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 333 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു പവൻ കല്യാൺ കേന്ദ്ര കഥാപാത്രമെത്തിയ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറയുന്ന സിനിമ. പവൻ കല്യാണിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരീഷ് ശങ്കർ അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകരുന്ന ഒരു കാഴ്ചയാണ് രണ്ടാം ദിനം കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിനം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 40 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 12 മുതൽ 15 കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 60 കോടി രൂപയോളമാണ് സ്വന്തമാക്കുന്നത്. എന്തൊക്കെയാണ് ഒരു പവൻ കല്യാൺ ചിത്രം കൂടി പരാജയത്തിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിനെതിരെ വൻ വിമർശനങ്ങൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച മലയാളത്തിൽ നിന്നും തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നല്ലോ ആട്3 എന്ന് പറയുന്ന സിനിമ. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് അടിച്ചിറക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിനം 18 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ രണ്ടാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 12 കോടി രൂപയോളം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് 5 കോടി 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം 6 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഒരു ബോക്സ് ഓഫീസിൽ വൻ വിജയം തന്നെ സൃഷ്ടിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നും ഈ ആഴ്ച റിലീസ് ചെയ്ത ചിത്രമായിരുന്നു യൂത്ത് എന്ന് പറയുന്ന സിനിമ. കരുണാദാസ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രം അദ്ദേഹം തന്നെയായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്നെ. ഒരു തമിഴ്നാട് ബോക്സ് ഓഫീസ് ചിത്രം കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോഴത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമൂടും അനീഷ്കുമാർ അനിൽകുമാറും കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ട്രെൻഡിങ്ങിന് ഇടം നേടി ഹിറ്റ് ലിസ്റ്റിലോട്ട് നീങ്ങുകയാണ്. ആദ്യ ദിനം 4 കോടി രൂപയോളം കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ചിത്രം ഏകദേശം 10 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഒരു GCC കൺട്രികളിൽ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കളക്ഷനെ അത് യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല. കാരണം ദുരന്തർ 2 എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിനം ഓവർസീസിൽ നിന്നായിട്ട് 51 കോടി രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ആട്3 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കി. അതും 7.5 കോടി രൂപയോളം GCC കൺട്രികളിൽ നിന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം ഒരു സിനിമകളെയും ബാധിച്ചിട്ടില്ലെന്ന് വേണം നമുക്ക് പറയാം. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ തന്നെ മറ്റ് ചിത്രങ്ങൾ സ്വന്തമാക്കുന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ആഴ്ച റിലീസിനെത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.